ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് കുറേ ദിവസമായി കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ പോണതാണ്. ഏട്ടനാണ് കൊണ്ടുവിടുന്നത്. ഏട്ടൻ ബസ് സ്റ്റോപ്പ് വരെ ഉള്ളൂ കേട്ടോ. ഞാൻ ബസ് കാത്തു നിന്ന് ബസ് വന്നു. അപ്പോൾ അതിൽ കയറി ഒരു 3/4 മണിക്കൂറത്തെ യാത്ര ഉണ്ടാവും എൻ്റെ വീട്ടിലേക്ക്. നീക്കുട്ടി നല്ല ഹാപ്പി കേട്ടോ. അവൾക്ക് കളിക്കാൻ അവിടെ ആൾക്കാരുള്ളതുകൊണ്ട് ആൾക്ക് അമ്മമ്മ വീട്ടിൽ പോകാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ ഞാനും നീക്കുട്ടിയും കൂടെ വീട്ടിലേക്ക് എത്തിയേ. എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടത്. ബസ്സിൽ വരുമ്പോൾ നല്ല മഴയെന്ന് ഇപ്പോൾ തുറന്നതേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു വീടാട്ടോ, പണിയൊന്നും കഴിയാത്ത. പുതിയ വീട് എടുക്കണം. ഞാൻ കയറി ചെന്ന പാടെ കണ്ടത് അമ്മ സാരി കൊടുത്താൽ സുന്ദരി നിൽക്കുന്നതാണ്. വീടിൻ്റെ അടുത്ത് ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കാനാണ്. അമ്മയ്ക്ക് വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര മടിയാണ്. അപ്പം അമ്മ കാണാതെ എടുത്തേട്ടോ കേട്ടോ ഞാനിത്. ഈ കൽപ്പടവ് കെട്ടിയിട്ടുള്ളത് ഞങ്ങളെ മുറ്റപ്പണിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പകുതിയിൽ എടുക്കുകയാണ്. കുറച്ച് നാടൻ കലയുടെയും പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസാണ് കേട്ടോ ഇതൊക്കെ. ഇവരെൻ്റെ ഏട്ടൻ്റെ കുട്ടികളാണ് കേട്ടോ. ഈ കാണുന്നതിൻ്റെ മാമൻ്റെ വീടാണ്. പുല്ല് പറിച്ചു കൊടുക്കുന്നതിൻ്റെ അമ്മായിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നാൽ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവില്ല. അമ്മായി അങ്ങനെ ഓരോ പണിയൊക്കെ ആയിട്ട് നടക്കാം കേട്ടോ. അപ്പോൾ അമ്മായും ഏട്ടനും മാത്രമുള്ള വീട്ടിൽ. കുട്ടികൾ ഭയങ്കര സന്തോഷത്തിലാണ്. കുറേ നാളുകൂടി കണ്ടതല്ലേ. ഈ കാണുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മഞ്ഞുമൽ ബോയ്സിലെ ഫോട്ടോഷൂട്ടാണ്. മീക്കുട്ടിക്ക് അതാ ഓടണേ. മീക്കുട്ടിക്ക് പിന്നെ ഇവരായാൽ മതി. ഈ കാണുന്നത് എൻ്റെ ഏട്ടൻ്റെ കുട്ടീൻ്റെ മീൻ ടാങ്കാണ്. അവൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ക്രൈസാട്ടോ. ആളെ എവിടുന്ന് മീൻ കിട്ടിയാലും മേടിച്ചുകൊണ്ട് വരും കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പം ആൾക്കാളെ മീനെ കാണിച്ചു തരാൻ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അപ്പോൾ മഴക്കാലം വന്നാൽ ഞങ്ങൾ ഇവിടെ നിന്നാട്ടോ വെള്ളം എടുക്കാറ്. അപ്പം നല്ല കാട് കയറി എടുക്കുന്നുണ്ട്. വൃത്തിയാക്കാൻ വിചാരിച്ചിട്ട് പോകുന്നതാണ്. ഒരു ഡിസംബർ പകുതി വരെ ഇതിൽ വെള്ളം ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞാൽ പറ്റും. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ പണിയിലാണ് കേട്ടോ. ഞങ്ങൾ കുടിക്കാറും മറ്റാവശ്യങ്ങൾക്കൊക്കെ ഇതൊന്നും വെള്ളം എടുക്കല്. ഇപ്പോൾ മണ്ണൊക്കെ മാന്തിയതോട് കലങ്ങി നിൽക്കുകയാണ്. പക്ഷെ കുറച്ച് നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങളെല്ലാവരും കൂടെ തോട്ടിലേക്ക് കുളിക്കാൻ പോവുകയാണേ. നീ കൂടെ ഇതാ മുന്നിൽ ഓടുന്നുണ്ട് കേട്ടോ. ആൾക്ക് തോടെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആളെ പിടിച്ചാൽ കിട്ടൂല. ബാക്കിൽ ഞങ്ങൾ ജിമ്മി ഉണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളെ തോട്. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഞാൻ ചെറുപ്പം തൊട്ടേ ഈ തോട്ടിൽ തന്നെയാണ് കേട്ടോ കുളിക്കാനും മലക്കാനൊക്കെ വരൽ. ഇപ്പോൾ കുറേ ആയിട്ടോ ഞങ്ങൾ തോട്ടിലേക്കൊക്കെ വന്നിട്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. ഇത് തോട്ടിലുള്ളൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് നീന്താനൊക്കെ പഠിച്ചത്. നല്ല മഴക്കാർ കണ്ടപ്പോൾ ഞങ്ങൾ തോട്ടിൽ നിന്ന് കയറിപ്പോകുമെന്ന് വിചാരിച്ച്. അപ്പോൾ തോട്ടിൽ നിന്ന് കയറി റോട്ടിലേക്ക് എത്തുമ്പോഴേക്കും മഴ പെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മഴയും കൊണ്ട് ഓടി വീട്ടിലെത്തി ഡ്രസ്സ് മാറാൻ പോയിക്കും. അമ്മ കഴിക്കാൻ ബ്രെഡും ചിക്കനും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പായിരുന്നേ. അപ്പം വയറ് നിറയെ കഴിച്ചു ഗായ്സ്. അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ചു ലോകം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും